MLA AK അഷ്റഫ് ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഈ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് സാർ പറയുന്നത് ഈ കാര്യത്തിൽ? നമ്മളിത് ഫെബ്രുവരി 12-ാം തീയതി ഈ ഒരു 15 വയസ്സുള്ള കുട്ടി മിസ്സായി എന്നറിഞ്ഞതിന് ശേഷം നിരന്തരമായി ഇടപെട്ട ഒരാളാണ്. പക്ഷെ അന്നൊക്കെ ഈ 15 വയസ്സിന്റെ കൂടെ അവരുടെ വീട്ടിൽ നിരന്തരമായി സമ്പർക്കമുണ്ടായിരുന്ന ഈ ശ്രേയയുടെ അച്ഛന് അസുഖം വന്ന ഹോസ്പിറ്റലിലൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന തൊട്ടപ്പുറത്തെ പ്രദേശത്തുകാരനായ ഈ പ്രദീപ് കൂടി മിസ്സായി എന്നറിഞ്ഞതിന് ശേഷം സാധാരണ ഞങ്ങളൊക്കെ ചിന്തിച്ചത് എവിടെയെങ്കിലും ഇവര് ഒളിച്ചോടിയിട്ടുണ്ടാകും. രണ്ടുപേരെയും ആ രീതിയിൽ തെരച്ചിൽ നടത്താനുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ എല്ലാവരും പാരന്റ്സ് അടക്കം പറഞ്ഞപ്പോൾ ഉന്നയിച്ചത്. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാനന്ന് നിയമസഭാ സമ്മേളനത്തിലായിരുന്നു. സഭാ സമ്മേളനം കഴിഞ്ഞ് മണ്ഡലത്തിലേക്ക് മടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പോയി അവരുടെ വീട്ടിൽ പോയി അവരുടെ പാരന്റ്സുമായി സംസാരിച്ചപ്പോൾ അവർ ഈ സങ്കടം പറഞ്ഞു. നാളെ നടക്കുന്ന നിയമസഭയിൽ തീർച്ചയായും ഈ വിഷയം ഉന്നയിക്കാനും DGPയുടെയും CMന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വേദനാജനകമായ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്ന് രാവിലെ കേൾക്കുന്നത്. അത് ഇന്ന് രാവിലെ പോലീസ് ഒരു കാര്യം ചെയ്തു. നിരന്തരമായി നമ്മളൊക്കെ പോലീസിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇന്ന് പോലീസ് ടീം ചുറ്റുവട്ടത്തുള്ള 100ഓളം ക്ലബ്ബുകളുടെ സന്നദ്ധ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ ചുറ്റുവട്ടത്ത് ഒരു തെരച്ചിൽ ഇന്ന് അവർ നടത്തിയത്. അത് 8 മണിക്ക് അവരെത്തി 1.5 മണിക്കൂർ കൊണ്ട് തന്നെ വീടിന്റെ തൊട്ടടുത്ത് ഒരു 200-250 മീറ്റർ അപ്പുറം ഒരു മരത്തിൽ 2 പേരും തൂങ്ങി നിൽക്കുന്ന 2 മൃതദേഹങ്ങളാണ് ഇന്ന് കിട്ടിയത്. പക്ഷെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ദിവസങ്ങളായിട്ട് നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് വീടിന് തൊട്ടടുത്ത് ഇതൊരു ഫോറസ്റ്റ് പ്രദേശമൊന്നുമല്ല, പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ രീതിയിൽ ഒരു വീഴ്ചയായി നമ്മൾ കാണേണ്ടതുണ്ട്. സർ, അതിനെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അക്കാര്യത്തിൽ? കാരണം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, മാത്രമല്ല ഇത്രയും കാലപ്പഴക്കം വന്നു, അതുപോലും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വലിയ ഗുരുതരമായ വീഴ്ച തന്നെയല്ലേ അത്? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം 10ാം ക്ലാസ് എഴുതേണ്ട 15 വയസ്സുള്ള ഒരു കുട്ടി, അവരാണെങ്കിൽ ഏറ്റവും വലിയ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം. ഞാൻ ആ വീടൊക്കെ കണ്ടപ്പോ ആ അമ്മയും അവരച്ഛനൊക്കെ ആ രീതിയിലാണ് SP ബന്ധപ്പെട്ട ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. പോലീസ് ഒരു 15 വയസ്സുള്ള കുട്ടി മിസ്സായപ്പോ എടുക്കേണ്ട രീതിയിലുള്ള ഒരു ജാഗ്രതയും കരുതലും ഇക്കാര്യത്തിൽ എടുത്തോ എന്നുള്ള കാര്യം നമ്മളെ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോ ഈ 2 ബോഡിയുമായി ബന്ധപ്പെട്ടുകൊള്ള അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആ കുടുംബത്തിന് മൃതദേഹം കൈമാറും. തീർച്ചയായും നാളെ സഭാ സമ്മേളനം നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത്രയും ഡിലേ വന്ന് വീടിന്റെ പരിസരത്ത് 2 ആളുകൾ ഈ രീതിയിൽ മരിച്ചു കിടക്കുന്ന നമുക്ക് കണ്ടെത്തി അവരെ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള വീഴ്ചയെക്കുറിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായും ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെടും. ശരി, വളരെ നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും കാസർഗോഡാണ് ഈ ദാരുണമായ സംഭവം. 26 ദിവസങ്ങൾക്ക് ശേഷം കാണാതായ 15 വയസ്സുകാരിയുടെ മൃതദേഹം അടുത്തുള്ള പറമ്പിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കൂടെ അയൽവാസി കൂടിയായ ഒരു പ്രദീപ് എന്ന 42 വയസ്സുകാരനുമുണ്ട്. ഇയാൾ ഈ ശ്രേയയുടെ അയൽ വീട്ടുകാരനാണ്. ഈ കുടുംബവുമായി അടുത്ത് ഇടപഴകുന്ന ആളാണ്. ഇവർ തമ്മിൽ സ്നേഹബന്ധമുണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഒരേ ദിവസമാണ് ഇവരെ കാണാതായത്. പ്രദീപിനെയും ശ്രേയയും ഒരേ ദിവസമാണ് കാണാതായത്. വീടിനടുത്തുള്ള ഒരു കാട്ടിൽ നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു കുറ്റിക്കാടല്ല, ഒരു തുറസായ ഒരു സ്ഥലം തന്നെയാണ്. അവിടെ നിന്നുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അത് പരിശോധിക്കുമെന്നാണ് AK അഷ്റഫ് MLA ഇപ്പോൾ സി മലയാളം ന്യൂസിനോട് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.